ഏവർക്കും ഈ സ്കൂളിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു. സെക്കൻഡ് ലെവൽ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ചാപ്റ്റർ 21 പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന അധ്യായത്തിലെ ഉദാഹരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ പോസിറ്റീവ് ഉത്തരവും ചോദ്യവും അതുപോലെ തന്നെ നെഗറ്റീവ് ഉത്തരവും ചോദ്യവും നിർമ്മിച്ച് പഠിക്കാം എന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാപ്റ്റർ 21 പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നന്നായി പഠിക്കുക. അതുകൂടാതെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസിൽ നിന്നും പോസിറ്റീവ് ഉത്തരവും ചോദ്യവും അതുപോലെ തന്നെ നെഗറ്റീവ് ഉത്തരവും ചോദ്യവും എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കുവാനായി ചാപ്റ്റർ 58 നന്നായി പഠിക്കുക. അതായത് ചാപ്റ്റർ 21, ചാപ്റ്റർ 58 ഇവ രണ്ടും നന്നായി പഠിച്ചാൽ ഈ അധ്യായം വളരെ വേഗത്തിൽ ഒരു സംശയം കൂടാതെ പഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ രണ്ട് അധ്യായങ്ങളും നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ അധ്യായം പഠിക്കുവാൻ ശ്രമിക്കാവൂ. കാരണം ഈ അധ്യായം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ സംശയങ്ങൾ ഈ രണ്ട് അധ്യായങ്ങളും നന്നായി പഠിച്ചാൽ വളരെ പെട്ടെന്ന് ഈ അധ്യായം ഒരു സംശയം കൂടാതെ വളരെ പെട്ടെന്ന് പഠിക്കുവാൻ കഴിയും. ഈ അധ്യായം പഠിക്കുമ്പോൾ കാണുന്ന പോസിറ്റീവ് ഉത്തരവും ചോദ്യവും അതുപോലെ തന്നെ നെഗറ്റീവ് ഉത്തരവും ചോദ്യവും ഈ രൂപത്തിലാണ് രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരു കാരണവശാലും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കൂടാതെ ചാപ്റ്റർ 48 ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് എന്ന അധ്യായം കൂടി നന്നായി പഠിച്ചതിന് ശേഷം ഈ അധ്യായം പഠിക്കുവാൻ ശ്രമിക്കാവൂ. കാരണം നെഗറ്റീവ് ഉത്തരവും ചോദ്യവും നിർമ്മിക്കുമ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് എന്നതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കേണ്ട ഹാഡ് പ്ലസ് നോട്ട് എന്നതിൻ്റെ ചുരുക്കരൂപമായ ഹാഡിൻഡ് എന്ന പദം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുവാനായി ചാപ്റ്റർ 48 നന്നായി പഠിക്കുക. ഇനി പറയുവാൻ പോകുന്ന ഉദാഹരണങ്ങൾ സാവധാനത്തിൽ പറഞ്ഞ് ശീലിച്ച് വളരെ വേഗത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ നന്നായി ശ്രമിക്കുക. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഐ ഹാഡ് ബീൻ പ്ലേയിങ്. ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് യു ബീൻ പ്ലേയിങ്? നീ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ ഹാഡിൻ ബീൻ പ്ലേയിങ്. ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ യു ബീൻ പ്ലേയിങ്? നീ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. ഐ ഹാഡ് ബീൻ പ്ലേയിങ്. ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് യു ബീൻ പ്ലേയിങ്? നീ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ ഹാഡിൻ ബീൻ പ്ലേയിങ്. ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ യു ബീൻ പ്ലേയിങ്? നീ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? ഇങ്ങനെ നിങ്ങൾ സാവധാനത്തിൽ പറഞ്ഞ് ശീലിച്ച് വളരെ വേഗത്തിൽ പറയുവാൻ നന്നായി ശ്രമിക്കുക. ഈ ഉദാഹരണം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി കാണണം. കാരണം പോസിറ്റീവ് ഉത്തരവും ചോദ്യവും രൂപപ്പെടുന്ന നിയമപ്രകാരം ഐ ഹാഡ് ബീൻ പ്ലേയിങ്, ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നതിൻ്റെ ചോദ്യരൂപം വന്നിട്ട് ഹാഡ് ഐ ബീൻ പ്ലേയിങ്, ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നല്ലേ എന്ന അർത്ഥമല്ലേ വരുന്നതെന്ന്. നിങ്ങളുടെ സംശയം ശരിയാണ്. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സ്വയം ചോദ്യം ചോദിക്കുമ്പോഴാണ് ഹാഡ് ഐ ബീൻ പ്ലേയിങ്, ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് വരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മറ്റൊരാളോട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചോദ്യം ചോദിക്കുന്ന രീതിയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഹാഡ് യു ബീൻ പ്ലേയിങ്, നീ കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സംശയം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതേ രീതി തന്നെയാണ് നെഗറ്റീവ് ഉത്തരവും ചോദ്യവും പഠിക്കുമ്പോൾ
കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കാം. യു ഹാവ് ബീൻ റീഡിങ്. നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് യു ബീൻ റീഡിങ്? നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. യു ഹാഡൻ ബീൻ റീഡിങ്. നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ യു ബീൻ റീഡിങ്? നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. യു ഹാഡ് ബീൻ റീഡിങ്. നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് യു ബീൻ റീഡിങ്? നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. യു ഹാഡൻ ബീൻ റീഡിങ്. നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡൻ യു ബീൻ റീഡിങ്? നീ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? വി ഹാഡ് ബീൻ റൈറ്റിംഗ്. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് വി ബീൻ റൈറ്റിംഗ്? നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. വി ഹാഡൻ ബീൻ റൈറ്റിംഗ്. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡൻ വി ബീൻ റൈറ്റിംഗ്? നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. വി ഹാഡ് ബീൻ റൈറ്റിംഗ്. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് വി ബീൻ റൈറ്റിംഗ്? നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. വി ഹാഡൻ ബീൻ റൈറ്റിംഗ്. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡൻ വി ബീൻ റൈറ്റിംഗ്? നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? They had been thinking. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. Had they been thinking? അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. They hadn't been thinking. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. Hadn't they been thinking? അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. They had been thinking. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. Had they been thinking? അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. They hadn't been thinking. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. Hadn't they been thinking? അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? ഷാഫി ആൻഡ് സഞ്ജു ഹാഡ് ബീൻ വർക്കിംഗ്. ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഷാഫി ആൻഡ് സഞ്ജു ബീൻ വർക്കിംഗ്? ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഷാഫി ആൻഡ് സഞ്ജു ഹാഡിൻ ബീൻ വർക്കിംഗ്. ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ ഷാഫി ആൻഡ് സഞ്ജു ബീൻ വർക്കിംഗ്? ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. ഷാഫി ആൻഡ് സഞ്ജു ഹാഡ് ബീൻ വർക്കിംഗ്. ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഷാഫി ആൻഡ് സഞ്ജു ബീൻ വർക്കിംഗ്? ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഷാഫി ആൻഡ് സഞ്ജു ഹാഡിൻ ബീൻ വർക്കിംഗ്. ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ ഷാഫി ആൻഡ് സഞ്ജു ബീൻ വർക്കിംഗ്? ഷാഫിയും സഞ്ജുവും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? ഹി ഹാഡ് ബീൻ ട്രാവലിംഗ്. അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഹി ബീൻ ട്രാവലിംഗ്? അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹി ഹാഡിൻ ബീൻ ട്രാവലിംഗ്. അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ ഹി ബീൻ ട്രാവലിംഗ്? അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. ഹി ഹാഡ് ബീൻ ട്രാവലിംഗ്. അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഹി ബീൻ ട്രാവലിംഗ്? അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹി ഹാഡൻ ബീൻ ട്രാവലിംഗ്. അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡൻ ഹി ബീൻ ട്രാവലിംഗ്? അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? ഷീ ഹാഡ് ബീൻ ഷോപ്പിംഗ്. അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഷീ ബീൻ ഷോപ്പിംഗ്? അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഷീ ഹാഡൻ ബീൻ ഷോപ്പിംഗ്. അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡൻ ഷീ ബീൻ ഷോപ്പിംഗ്? അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. ഷീ ഹാഡ് ബീൻ ഷോപ്പിംഗ്. അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഷീ ബീൻ ഷോപ്പിംഗ്? അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഷീ ഹാഡൻ ബീൻ ഷോപ്പിംഗ്. അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡ് ഷീ ബീൻ ഷോപ്പിംഗ്? അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? ഇറ്റ് ഹാഡ് ബീൻ റൊട്ടേറ്റിംഗ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഇറ്റ് ബീൻ റൊട്ടേറ്റിംഗ്? ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇറ്റ് ഹാഡിൻ ബീൻ റൊട്ടേറ്റിംഗ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ ഇറ്റ് ബീൻ റൊട്ടേറ്റിംഗ്? ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. ഇറ്റ് ഹാഡ് ബീൻ റൊട്ടേറ്റിംഗ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് ഇറ്റ് ബീൻ റൊട്ടേറ്റിംഗ്? ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇറ്റ് ഹാഡിൻ ബീൻ റൊട്ടേറ്റിംഗ്? ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡ് ഇറ്റ് ബീൻ റൊട്ടേറ്റിംഗ്? ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? വിനു ഹാഡ് ബീൻ പ്രാക്ടീസിങ്. വിനു പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് വിനു ബീൻ പ്രാക്ടീസിങ്? വിനു പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വിനു ഹാഡിൻ ബീൻ പ്രാക്ടീസിങ്? വിനു പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ വിനു ബീൻ പ്രാക്ടീസിങ്? വിനു പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? അല്പം വേഗത്തിൽ. വിനു ഹാഡ് ബീൻ പ്രാക്ടീസിങ്. വിനു പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഹാഡ് വിനു ബീൻ പ്രാക്ടീസിങ്? വിനു പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വിനു ഹാഡിൻ ബീൻ പ്രാക്ടീസിങ്? വിനു പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല. ഹാഡിൻ വിനു ബീൻ പ്രാക്ടീസിങ്? വിനു പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നില്ലേ? ഇങ്ങനെ നിങ്ങൾ സാവധാനത്തിൽ പറഞ്ഞ് ശീലിച്ച് വളരെ വേഗത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ നന്നായി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ അധ്യായം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു.
നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ അവരെ കൂടി പരിചയപ്പെടുത്തുക. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.